എനിക്ക് ഏതാണ്ട് പുതിയ പേരുകളൊക്കെ ഇട്ടിട്ടുണ്ട്. പരട്ടേന്നോ പിന്നെ മൊണ്ണയെന്നോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അവൻ്റെ അപ്പനെ വിളിക്കുന്ന പേരായിരിക്കും അത്, എനിക്കറിയില്ല. ഏതായാലും എനിക്ക് അങ്ങനെയുള്ള പേരുകളില്ല. എനിക്ക് എൻ്റെ തന്തയിട്ട പേരേ ഉള്ളൂ. അങ്ങനെ ഒരാളെ എനിക്ക് ഉണ്ട്. അതുകൊണ്ട് എൻ്റെ ആ കുടുംബ പേര് എനിക്ക് മാറ്റാൻ ഒരു മാർഗവുമില്ല. ഞാൻ ഈ ആരെയും ചതിച്ചും വഞ്ചിച്ചും ഒന്നും ജയിലിൽ കിടന്നിട്ടില്ല കേട്ടോ. എനിക്കത് മാത്രമല്ല, ഞാൻ മദ്യപിച്ചുകൊണ്ടിരുന്ന് ഇത് ഞാൻ സംസാരിക്കാറില്ല. അപ്പോൾ അത് ആ ക്വാളിറ്റി ഒന്നും എനിക്കില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവൻ്റെ അടുത്തൊന്നും മറുപടി പറയാൻ പോകരുത്. പിന്നെ പലരും ചോദിച്ചു ഇതിന് നടപടി എടുക്കണ്ടേന്നൊക്കെ ചോദിച്ചു. ഞാൻ നടപടി എടുക്കാൻ പോയി അവനെ വലുതാക്കേണ്ട കാര്യം എനിക്കെന്താ ഉള്ളത്? ഒരു വൃത്തികെട്ടവൻ്റെ പേര്. അപ്പോൾ എന്നെ കമാൽ പാഷയെ ഒരു 4 ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേർക്ക് അങ്ങ് ഇഷ്ടപ്പെടും. വളരെ പരിഭ്രാന്തിയിലാണ് CPM എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതിൻ്റെ കാരണം ഓരോ നേതാക്കളുടെയും ഫേഷ്യൽ എക്സ്പ്രഷൻ, അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ ഭാഷ, ഇതൊക്കെ നമുക്ക് വെളിവാക്കുന്നതാണ്. ഈ വെപ്രാളത്തിനിടയിലായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഒരു ഇൻ്റർവ്യൂ കൊടുത്തു ഹിന്ദു ദിനപത്രത്തിന്. അതിൽ കുറേ പരാമർശങ്ങൾ മലപ്പുറം ജില്ലയെക്കുറിച്ച് നടത്തിക്കളഞ്ഞു. അത് വളരെ മോശമായിപ്പോയി എന്നുള്ളതിന് സംശയമൊന്നുമില്ല. കാരണം അത് ആ ജില്ലയെക്കുറിച്ച് പറയുന്നത് ചിലപ്പോൾ അൻവറിനോടുള്ള വിരോധമായിരിക്കാം. അൻവറിനോടുള്ള വിരോധം ആ മലപ്പുറം ജില്ലയിലെടുത്ത് കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ? മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ക്രൈം നടക്കുന്നത്. അവിടുന്ന് ഇത്ര 125 135 കിലോ സ്വർണം പിടിച്ചിട്ടുണ്ട്. പിടിച്ചു കാണും. അത് സ്വർണം പൊട്ടിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അൻവർ തന്നെ വിശദീകരിച്ചു തന്നല്ലോ. അപ്പോൾ ഇതിനി ഈ സ്വർണം എല്ലാം ഉപയോഗിക്കുന്നത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ്, ഈ ഹവാല പണവും സ്വർണം ഉപയോഗിക്കുന്നത് എന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രി പറഞ്ഞു. ചിലപ്പോൾ ഈ ബാഗേജിനകത്ത്, നയന്ത്ര ബാഗേജിനകത്ത് കൊണ്ടുവന്ന സ്വർണവും ഏത് വിധ്വംസക പ്രവർത്തനത്തിനാണ് ഉപയോഗിച്ചതെന്നുള്ളത് അതിൻ്റെ പുറയിലുള്ളവർ, അതുമായിട്ട് അടുപ്പക്കാരായിരുന്നല്ലോ അവരെ കൊണ്ടൊന്ന് പറയിപ്പിക്കണം. ഏത് ദേശവിരുദ്ധ പ്രവർത്തനത്തിനാണ് ശിവശങ്കരനും സ്വപ്ന സുരേഷും ഒക്കെ ഇത് ഉപയോഗിച്ചതെന്നും കൂടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അതും പറയേണ്ട കാര്യമാണ്. അതിൻ്റെ അന്വേഷണം വന്നപ്പോൾ വലിയ പ്രശ്നമായിരുന്നല്ലോ. ED അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതാണെങ്കിലോ, ഇവിടെയുള്ളതും കാര്യം അന്വേഷിക്കണം. ഏത് ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിച്ചു, അതിന് എത്ര കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? കാരണം വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. അതിന് എത്ര കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം വെളിവാക്കണം. ഇതിലാരെങ്കിലും പിടിച്ചവരുടെ പേർക്ക് ദേശവിരുദ്ധ പ്രവർത്തനത്തിന് കേസെടുത്തിട്ടുണ്ടോ എന്ന് അദ്ദേഹമാണ് വെളിവാക്കേണ്ടത്. UAPA ഒക്കെ ചുമത്തേണ്ടതാണ് അങ്ങനെയുള്ള ഒഫൻസ്. അതൊന്നും വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല എന്തായാലും. ഇനിയിപ്പം മലപ്പുറം ജില്ലയിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ മുസ്ലിങ്ങളായതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി സംസാരിക്കുക എന്ന് കുറേ വൃത്തികെട്ടവന്മാർ വിളിച്ചു പറയും. എനിക്കതിലൊന്നുമില്ല. കാരണം ചിലവന്മാർ ഇസ്രായേലിൻ്റെ ഓണർഷിപ്പ് ഏറ്റെടുത്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇസ്രായേലിനെ ഒന്നും കുറ്റപ്പെടുത്തിയിട്ടില്ല. കാരണം ആ നാട്ടിൽ സമാധാനം വേണമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, അല്ല ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ ഈ പറയുന്നവനൊക്കെ മറുപടി പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അവൻ ഏതാണ്ടൊക്കെ ഒരുത്തന്നെ ഇരുന്നുകൊണ്ട് ഏതാണ്ടൊക്കെ എൻ്റെ പേരൊക്കെ വിളിച്ചു പറഞ്ഞതൊക്കെ ആളുകൾ പറഞ്ഞു. എനിക്ക് ഏതാണ്ട് പുതിയ പേരുകളൊക്കെ ഇട്ടിട്ടുണ്ട്. പരട്ടേന്നോ പിന്നെ മൊണ്ണയെന്നോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അവൻ്റെ അപ്പനെ വിളിക്കുന്ന പേരായിരിക്കും അത്, എനിക്കറിയില്ല. ഏതായാലും എനിക്ക് അങ്ങനെയുള്ള പേരുകളില്ല. എനിക്ക് എൻ്റെ തന്തയിട്ട പേരേ ഉള്ളൂ. അങ്ങനെ ഒരാളെ എനിക്ക് ഉണ്ട്. അതുകൊണ്ട് എൻ്റെ ആ കുടുംബ പേര് എനിക്ക് മാറ്റാൻ ഒരു മാർഗവുമില്ല. അതിനെ ചൂട്ട് പിടിച്ചുകൊണ്ട് കുറേ പേരും, കമാൽ പാഷ തീവ്രവാദം ആണ്, ഭയങ്കര മുസ്ലിം പ്രീണനം നടത്തുന്നവനാണ്, മുസ്ലിങ്ങൾക്ക് വേണ്ടി ഞാൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒന്നും സംസാരിക്കുന്നവനല്ല. ആ കമ്മ്യൂണിറ്റി ഉള്ളവർക്കും എന്നെ ഒരു താല്പര്യമില്ല. പലപ്പോഴും ഞാൻ ഈ മണിപ്പൂരിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. മണിപ്പൂരിൽ ഈ കുക്കി സമുദായത്തിൽപ്പെട്ടത് അവർ ക്രിസ്ത്യാനികളല്ല. അതുകൊണ്ടാണ് ഞാൻ മുസ്ലിങ്ങളാണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ചാണ് ഞാൻ അവർക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഇവനെയൊന്നും കണ്ടില്ലല്ലോ. ഈ മണിപ്പൂരിൽ എത്രയോ പേര് കൊല്ലപ്പെട്ടു, പാവങ്ങൾ. അവർക്ക് വേണ്ടി പറയാനൊന്നും ഒരുത്തിനെയും കണ്ടില്ലല്ലോ ഇവിടെ. അപ്പം ഇതിനൊന്നും മറുപടി പറയണ്ട. ഭിക്ഷക്കാർ വഴി ഇരുന്ന് ചിലപ്പോൾ ചീത്ത വിളിക്കും, പൈസ കൊടുത്തില്ലെങ്കിൽ. അവൻ്റെ അടുത്ത് നമ്മൾ മറുപടി പറയാൻ പറ്റുമോ? അതുപോലെയുള്ള ഇവനൊക്കെ ആ രീതിയിൽ അങ്ങ് കളഞ്ഞേക്കണം. ഞാൻ ഈ ആരെയും ചതിച്ചും വഞ്ചിച്ചും ഒന്നും ജയിലിൽ കിടന്നിട്ടില്ല കേട്ടോ. എനിക്കത് മാത്രമല്ല, ഞാൻ മദ്യപിച്ചുകൊണ്ടിരുന്ന് ഇത് ഞാൻ സംസാരിക്കാറില്ല. അപ്പോൾ അത് ആ ക്വാളിറ്റി ഒന്നും എനിക്കില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവൻ്റെ അടുത്തൊന്നും മറുപടി പറയാൻ പോകരുത്. പിന്നെ പലരും ചോദിച്ചു ഇതിന് നടപടി എടുക്കണ്ടേന്നൊക്കെ ചോദിച്ചു. ഞാൻ നടപടി എടുക്കാൻ പോയി അവനെ വലുതാക്കേണ്ട കാര്യം എനിക്കെന്താ ഉള്ളത്? ഒരു വൃത്തികെട്ടവൻ്റെ പേര്. അപ്പോൾ എന്നെ കമാൽ പാഷയെ ഒരു 4 ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേർക്ക് അങ്ങ് ഇഷ്ടപ്പെടും. അത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ അതിപ്പോൾ കൂടുതലും ക്രിസ്ത്യൻ സഹോദരങ്ങളാണ്, എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. അവർക്ക് വേണ്ടി ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുള്ള ആളാണ്.
ഇനി ഇത് പറയുന്നുണ്ടെന്ന് ഞാൻ നിർത്തത്തില്ല, ഇനി ഞാൻ പറയും. ഇവിടെ ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അത് മലപ്പുറത്തെ മുസ്ലിങ്ങളായിപ്പോയതുകൊണ്ട്, കൂടുതൽ മുസ്ലിങ്ങളായിപ്പോയതുകൊണ്ട് മലപ്പുറം ജില്ലയെക്കുറിച്ച് പറഞ്ഞാൽ വലിയ മുസ്ലിം പ്രീണനം നടത്തുന്നു. അതൊന്നും അല്ല. അവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ ഉണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടി, മലപ്പുറം ജില്ലയുടെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. പിന്നെ സ്വർണം കടത്തുന്നതും ഈ ഹവാല നടത്തുന്നതും ഈ സ്വപ്ന സുരേഷും ശിവശങ്കരനും ഒക്കെ മുസ്ലിങ്ങളായിരുന്നു. എനിക്കറിയത്തില്ല എന്താണെന്ന്, ചിലപ്പോൾ ആയിരിക്കാം, അതൊക്കെ ആയിരിക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ സ്വർണം പിടിച്ചുകൊണ്ട് പോകുന്ന എന്തോന്ന് ആയെങ്കിയോ ഏതാണ്ടൊക്കെ പറഞ്ഞ് പേരൊക്കെ പറയുന്നത് കേൾക്കണമല്ലോ, ഇവർ കൊണ്ടു നടക്കുന്നവർ, അവരൊക്കെ ചിലപ്പോൾ മുസ്ലിങ്ങളായിരിക്കും കേട്ടോ, എനിക്കറിഞ്ഞൂടാ ആണെങ്കിൽ. ഇനി ഇത് മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും സ്വർണം കടത്തിക്കൊണ്ടുവരുന്നെന്ന് പറയുന്നത് നമ്മുടെ ദേശദ്രോഹം തന്നെയാണെന്ന് ഞാൻ കരുതും. കാരണം നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ, നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ നശിപ്പിക്കുന്നതാണ്. അതുപോലെയാണ് ഹവാല പണവും. അതൊക്കെ ആ മുളയിലെ നുള്ളികളാണ്. ഇത് കസ്റ്റംസ് പിടിക്കേണ്ട കേസാണ് ഇപ്പോൾ പോലീസ് പിടിക്കുന്നത്. അത് ആ ഒത്തുകളി ഉണ്ടെന്ന് ശ്രീ PV അൻവർ വെളിവാക്കിയിട്ടുണ്ട്. ശ്രീ PV അൻവർക്ക് അതിനെക്കുറിച്ച് അറിയാമായിരിക്കും എന്നുള്ളതാണ് നമ്മളെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പറയുന്നത്. എനിക്കറിയില്ല, എന്തായാലും അൻവറിന് ആ കച്ചവടം ഉള്ളതായിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടില്ല, എനിക്കറിയില്ല. ഏതായാലും അങ്ങനെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നതുമില്ല. ഉണ്ടെങ്കിൽ ഒരാൾക്ക് എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇനി അൻവർ മുസ്ലിമായിപ്പോയി, അതാ ഒരു പ്രശ്നം. അൻവറിന് വേണ്ടി ഞാൻ അതെ, അത് അൻവർ മുസ്ലിമായി, ഞാനൊരു മുസ്ലിമായി, എൻ്റെ പേരങ്ങനെ ആയിപ്പോയി. അതിനിപ്പം ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കുറ്റം പറയാക്കത്തില്ല. പിന്നെ ഇതിപ്പം നേരെ വിളിച്ച് പറയുമ്പോൾ പല ആളുകൾക്കും പുരിയ ചുളിയും. സാരമില്ല, നമ്മൾ സത്യത്തിനോടൊപ്പം നിൽക്കണം. സത്യത്തിനോട് നീതിയോട് ഒപ്പേ നമ്മൾ നിൽക്കാവുള്ളൂ. ആ കാഴ്ചപ്പാടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അത് ഇനി ആരതിനെക്കുറിച്ച് വിമർശിച്ചാലും ഞാൻ ഈ പറയാനുള്ള കാര്യങ്ങൾ പറയും. ഈ പറയുന്നവനൊക്കെ വലിയ വിവരമുള്ളവനും എന്നൊക്കെ ഓരോരുത്തന്മാർ പറയും. ആയിക്കോട്ടെ, എനിക്ക് വലിയ വിവരമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അവൻ്റെ ഒന്നുള്ള വിവരം എനിക്കില്ല. ആ രീതിയിലുള്ള സംസാരം എനിക്ക് പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഞാനതങ്ങ് കളയാണ്. അവനോടുകൂടി അതൊക്കെ തള്ളിക്കളഞ്ഞേക്കണം, നമുക്ക് തീർന്നു.